ഹായ്, നമുക്കൊരു ഹെന്ന ക്ലാസ്സായിട്ട് ബേസിക് എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹെന്ന ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈൻസ് വരക്കാം. ലൈൻസ് വരക്കുമ്പോൾ ആദ്യം പേപ്പറിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് എൻഡ് വരെ പേപ്പറിൽ ടച്ച് ചെയ്യാതെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻസ് വരക്കാം. അപ്പോൾ തിക്ക് ലൈൻ വരക്കുമ്പോൾ ഇതേപോലെ 2 ലൈൻസ് ഒപ്പം വരച്ചിട്ട് അതിനുള്ളിലായിട്ട് തിക്കൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ തിക്കൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തിക്ക് ലൈൻസ് വരച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തത് ഡോട്ട്സ് വരക്കാം. ഡോട്ട്സ് വരക്കാനും നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനുമാണ്. ഡോട്ട്സ് വരച്ച് നല്ല ഭംഗിയിൽ ഡോട്ട്സ് വരക്കും. നമ്മൾ തിന്നായിട്ടുള്ളൊരു ലൈൻ കൊടുത്തിട്ട് അതിന് വലുതും ചെറുതുമായിട്ടുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഡിസൈനിലൊക്കെ വരച്ചെടുക്കാം. ഒരേ വലുപ്പത്തിലുള്ള ഡോട്ട്സുകൾ വരച്ചെടുക്കാം. പിന്നെ കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ ഡോട്ട്സ് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കൊരു കേർവ് വരച്ചിട്ട് അതിലും ചെറുതും വലുതുമായിട്ടുള്ള ആദ്യം 3 ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇട്ടിട്ട് 2 ഡോട്ട്സ് അങ്ങനെ ആയിട്ട് വരച്ചാൽ വേറൊരു ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് അടുത്തത് ഹംസാണ് വരുന്നത്. ഹംസ് വരക്കാനും നല്ല എളുപ്പമാണ്, പക്ഷെ നല്ല ക്ഷമ വേണം ഹംസ് വരക്കാൻ. ലൈൻ വരച്ചിട്ട് നമുക്ക് റാറാന്ന് വരയ്ക്കുക, ഒരു മെലിഞ്ഞിട്ടുള്ള റാറ പോലെ ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പം നല്ല ഏത് ഡിസൈനാണെങ്കിലും നമുക്ക് ഹംസ് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഫുള്ള് ഡിസൈനുമ്പോൾ ഹംസല്ല. അപ്പം നമുക്കിങ്ങനെ ഹംസ് വരച്ചെടുക്കാനൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതിന് തിൻ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യുന്ന രീതിയിലായിട്ട് ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള ഹംസ് വരച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു ഹംസ് വലുത്, ഒരു ഹംസ് ചെറുത്, അങ്ങനെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരക്കുമ്പോൾ നമ്മൾ മുകളിൽ വരച്ചെടുക്കണ ഹംസിനെ കാട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഹംസ് വെച്ചിട്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ബോർഡർ ഡിസൈനൊക്കെ വരക്കണമെങ്കിൽ ഇതേപോലെ ഹംസ് വെച്ചിട്ട് അത് ലൈൻ വരച്ചിട്ട് അതും ഹംസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ചും കൂടി വലിയ സൈസിലുള്ള ഹംസ് വരച്ചു കൊടുക്കുക. കുറച്ചും കൂടി വലിയ റാറ പോലെ അങ്ങനെ ഹംസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഡാർക്കും ചെയ്ത് കൊടുക്കുക. തിക്ക് ലൈനൊക്കെ വരക്കുന്ന പോലെ തിക്കാക്കിയിട്ട് ഒരു ലൈൻ കൊടുക്കുക. ഒരു ലൈൻ വരച്ചിട്ട് തിക്കാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ടിയർ ഡ്രോപ്സ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ടിയർ ഡ്രോപ്സ്. ടിയർ ഡ്രോപ്സ് വരക്കാൻ നമ്മൾ ഒരേ പ്രഷർ കൊടുത്തിട്ട് താഴേക്ക് മെല്ലെ വലിച്ചു കൊടുക്കുക. അങ്ങനെ ടിയർ ഡ്രോപ്സ് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടല്ലോ, ഇതേപോലെ നല്ല പ്രഷർ കൊടുക്കുക, അങ്ങനെ വലിച്ചു കൊടുക്കുക. അത് ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാം. ഒരേ പ്രഷറിൽ അമർത്തുക, എന്നിട്ട് റിലീസ് ചെയ്യുക, എന്നിട്ട് നല്ലൊന്ന് ടച്ച് ചെയ്ത് അങ്ങോട്ട് വലിച്ചു കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ടിയർ ഡ്രോപ്സ് വരക്കാം കേട്ടോ. പിന്നെ ഇത് തന്നെ ഈ വീഡിയോസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു 2 എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ തന്നെ ബിഗിനേഴ്സിനാണ്, തീരെ അറിയാത്ത ബിഗിനേഴ്സ് ആയാലും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ടിയർ ഡ്രോപ്സൊക്കെ വരച്ചെടുക്കാം കേട്ടോ. അടുത്ത നമുക്ക് സ്പൈറലാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഫ്ലവറൊക്കെ വരക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സ്പൈറലാണ്. അപ്പോൾ സ്പൈറൽ വരക്കാൻ ആദ്യം റൗണ്ട് വരച്ചിട്ട് അതിന് ചുറ്റും അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ റൗണ്ട് ഒരു വരയുമ്പോൾ ടച്ച് ചെയ്യാതെ മറ്റേ ലൈൻസ് ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ടുള്ളിലൊരു ഡോട്ടും കൊടുത്താൽ നല്ല ഭംഗിയിൽ സ്പൈറൽസ് വരച്ചെടുക്കുക കേട്ടോ. നമുക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, പറയുന്നത് അറിയില്ലെങ്കിലും കാണുമ്പോൾ അറിയണ്ടല്ലോ. നമുക്കിനി സ്പൈറൽ വെച്ചിട്ട് ഹംസ് വെച്ചിട്ടൊരു ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം സ്പൈറൽ വരക്കുക, എന്നിട്ട് ഹംസ് വരക്കുക. ഇതിൻ്റെ ചുറ്റുമായിട്ട്
ഹംസ് വരച്ചെടുത്താൽ നല്ല ഭംഗിയിലൊരു ഫ്ലവർ നമുക്ക് വരച്ചെടുക്കാം. പിന്നെ നമുക്ക് ഹംസ് വരക്കുമ്പോൾ ഒരേ ലെവലിൽ വരുന്നില്ലെങ്കിൽ സ്പൈറൽ വരച്ചിട്ട് അതിൻ്റെ ഒരു ട്രിക്കാണ് 4 സൈഡിലായിട്ട് നമുക്കങ്ങനെ ചെറുതായിട്ടൊരു വര പോലെ ഇട്ട് കൊടുത്തിട്ട് അതുമെന്ന് ഹംസ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള ഹംസ് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഹംസ് വരക്കാനുള്ള ട്രിക്കാണത്. പിന്നെ നമുക്ക് ഹംസിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ നീക്കി വരക്കുന്ന പോലത്തെ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു വേറൊരു ഫ്ലവറായിട്ട് നമുക്ക് വരച്ചെടുക്കാം. പിന്നെ സ്പൈറൽ വരക്കുമ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ ഒരു ബോർഡർ ഡിസൈനിൻ്റെ അടിയിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് സ്പൈറൽ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വരച്ചാൽ അങ്ങനെ. പിന്നെ അടുത്തത് നമ്മൾ വൈൻസാണ്. വൈൻസ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനല്ലേ. നമുക്കെല്ലാ ഏത് ഡിസൈനിലായാലും വൈൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയല്ല കാണാൻ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തിന്നായിട്ട് ലൈൻ കൊടുക്കുക, പ്രഷർ കൊടുക്കുക, തിന്നായിട്ട് കൊടുക്കുക. അതേപോലെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യും. ഒരു ചെറിയ ലൈൻ കൊടുക്കുക, പിന്നെ ഒന്ന് പ്രഷർ ചെയ്യുക, പിന്നെ തിന്നാക്കി കൊടുക്കുക. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വൈൻസ് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്താലാണ് വൈൻസൊക്കെ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നും ഒരു 2 എലമെൻറ്റ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസൈനൊക്കെ വരക്കാൻ വൈൻസും ലൈൻസും ഹംസൊക്കെ വെച്ചാൽ നമുക്ക് നല്ലൊരു ഡിസൈനൊക്കെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്നും ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ഇനി ഏതൊക്കെ എലമെൻറ്റ്സ് വേണം, അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി എന്തൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് വേണ്ടതെന്നൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇനി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഷോർട്സിൽ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ വൈൻസും ഡോട്ട്സും ഒക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ, അങ്ങനത്തെ ഡിസൈൻസൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ.